മറുനാടൻ മലയാളി ഉടമ ഷാജൻ സ്കറിയെ ആക്രമിച്ച കേസിലെ 4 പ്രതികൾ പിടിയിലായി. ബംഗളൂരുവിൽ ഒളിവിൽ കഴിയുന്നതിനിടെയാണ് ഇവർ പിടിയിലായത്. തന്നെ കൊല്ലാനുള്ള ബോധപൂർവമായ ശ്രമം നടന്നതായും ആക്രമണത്തിന് നേതൃത്വം നൽകിയത് മാത്യൂസ് കൊല്ലപ്പള്ളി എന്ന CPM പ്രവർത്തകനാണെന്നും ഷാജൻ സ്കറിയ പ്രതികരിച്ചു. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. പോലീസ് പക്ഷേ നല്ല അന്വേഷണമായിരുന്നു. ഞാനൊരു 15 മിനിറ്റ് കഴിഞ്ഞ് എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. ഞാൻ തൊടുപുഴ CI വിളിച്ചു. അപ്പോൾ തന്നെ താലൂക്ക് ആശുപത്രിയിലേക്ക് വരാൻ പറഞ്ഞു. അവിടുന്ന് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് എനിക്ക് ഒരു പരാതിയില്ല. പോലീസ് അപ്പോൾ മുതൽ ഇപ്പോൾ വരെ അവർ വളരെ ശക്തമായി തന്നെ അന്വേഷണം പ്രതികളെ കണ്ടെത്തിയില്ല. പക്ഷേ അവരെ 5 പേരാണ് എന്നെ മർദ്ദിച്ചതെന്ന് അവർ കണ്ടെത്തി. ക്യാമറകൾ പരിശോധിച്ചു. 5 പേരുടെ ചിത്രം എന്നെ കൊണ്ട് കാണിച്ചു. ഞാൻ അവരെ ഐഡൻറ്റിഫൈ ചെയ്തു. ഈ 5 പേർക്കും വേണ്ടിയുള്ള അന്വേഷണം പോലീസ് നടത്തും. വീടുകളിൽ റെയ്ഡ് നടത്തുന്നുണ്ട്. അപ്പം ഞാൻ മനസ്സിലാക്കിയത് ഇതുവരെ ഒരു പൊളിറ്റിക്കൽ പ്രഷർ ഇവർക്ക് അനുകൂലം ഉണ്ടായിട്ടില്ല. എനിക്കറിയത്തില്ല. അതിപ്പോൾ എന്നെ ബോധ്യപ്പെടുത്താൻ വേണ്ടി അങ്ങനെ പറയുന്നതാണ് നടക്കുന്നത്. എന്തായാലും പോലീസ് തീവ്രമായി അവരെ പിടിക്കാൻ ശ്രമിക്കുന്ന വരുന്നു. അതിൻ്റെ ഒരു ഞാൻ മനസ്സിലാക്കുന്നത് ഇനിയും മാത്യൂസ് കൊല്ലപ്പള്ളിയും ഒരു ഷിയാസ് എന്ന് പറഞ്ഞ 2 പേരും ഈ 2 പേരെ കൃത്യമായി എനിക്കറിയാം. ഈ 2 പേരുമാണ് ഏറ്റവും കൂടുതൽ പറഞ്ഞത്. അവരും അവരുടെ ഒരു സംഘവും കൂടെ CPMന്റെ നിർദ്ദേശപ്രകാരം, കാരണം ഇവരുടെ ഒരാൾക്കൂട്ട നിർദ്ദേശമുണ്ടല്ലോ, അത് സംസ്ഥാന നേതൃത്വം അറിഞ്ഞാണെന്ന് എനിക്കറിയത്തില്ല, ഒരുപക്ഷെ പ്രാദേശിക നേതൃത്വത്തിൻ്റെ അറിവോടെ അത്തരത്തിൽ പല ആളുകളെയും പലയിടത്തും നിർത്തിയിട്ടുണ്ടെന്നും ഇങ്ങനെ അറ്റാക്ക് ഉണ്ടാവുമെന്ന് എനിക്ക് നേരത്തെ അറിയാം. എന്നോട് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ശ്രമമാണ് നടത്തുക. ദൃശ്യങ്ങളും ഇന്ന് രാവിലെ പുറത്തു വന്നിരുന്നു. മറുനാടൻ മലയാളിയുടെ ഉടമ കൂടിയായ ഷാജൻ സ്കറിയെ ആക്രമിക്കുന്നത് വളരെ കൃത്യമായി തന്നെ പ്രതികളെ തിരിച്ചറിയാം. അതിന്റെ പശ്ചാത്തലത്തിലാണ് അറസ്റ്റും മറ്റും ഉണ്ടായത്. ബംഗളൂരുവിൽ ഇവർ ഒളിവിലായിരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. സാഗർ, എന്താണ് പോലീസ് പറയുന്നത്? CPM പ്രവർത്തകർ, DYFI പ്രവർത്തകർ തന്നെയാണോ? എന്താണ് ഈ വൈരാഗ്യമായി കരുതേണ്ടത്? ഈ മറുനാടൻ മലയാളി സ്ഥാനത്തുടമ ഷാജൻ സ്കറിയെ ആക്രമിച്ച കേസിലാണ് ഇപ്പോൾ 4 പേർ പോലീസ് പിടിയിലായിരിക്കുന്നത്. ഇവർ ബാംഗ്ലൂരിൽ ഒളിവിൽ കഴിയുന്നതിനിടെയാണ് അന്വേഷണ സംഘം ഇവരെ പിടികൂടിയത്. കഴിഞ്ഞ ദിവസം ആക്രമണം നടത്തിയാണെന്ന് തന്നെ ഇവർ ബാംഗ്ലൂരിലേക്ക് കടന്നു കളഞ്ഞിരുന്നതായി പോലീസ് വ്യക്തമാക്കിയിരുന്നു. തുടർന്ന് ഇവർക്ക് വേണ്ടി വ്യാപകമായ രീതിയിലാണ് പോലീസ് അന്വേഷണം നടത്തിയത്. വധശ്രമം അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയാണ് ഈ 5 പേർക്കെതിരെ കേസെടുത്തിട്ടുള്ളത്. അതിൽ 4 പേരാണ് FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. 5 പേർക്കെതിരെയാണ്. അതിൽ 4 പേരാണ് പോലീസ് ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത്. കഴിഞ്ഞ ശനിയാഴ്ച വൈകുന്നേരത്തോടെ വിവാഹ ചടങ്ങിൽ പങ്കെടുത്ത് മടങ്ങവെയാണ് തൊടുപുഴയിൽ വെച്ച് ഷാജൻ സ്കറിയയ്ക്ക് നേരെ ആക്രമണം ഉണ്ടായത്. 5 സംഘമാണ് ആക്രമിച്ചതെന്ന് അന്ന് തന്നെ ഷാജൻ സ്കറിയ പോലീസിൽ മൊഴി നൽകിയിരുന്നു. ഈ ഷാജൻ സഞ്ചരിച്ച വാഹനത്തിൽ മറ്റൊരു വാഹനം ഇടിച്ചു നിർത്തിയ ശേഷമാണ് ഇവർ ആക്രമണം നടത്തിയത്. അക്രമികളെ കണ്ടാൽ അറിയാമെന്നും ഇവർ CPM പ്രവർത്തകരാണെന്നും ഷാജൻ സ്കറിയ അന്ന് തന്നെ പോലീസിന് മൊഴി നൽകി. ഈ സംഭവത്തിന് പിന്നാലെ സമൂഹ മാധ്യമങ്ങളിൽ വന്ന പ്രതികരണങ്ങളുടെ കൂടി അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികളെ കുറിച്ച് പോലീസിന് വ്യക്തമായ ഒരു വിവരം ലഭിച്ചത്. ഇതിനിടയിൽ ഷാജൻ സ്കറിയെ സംഘം ചേർന്ന് മർദ്ദിക്കുന്നതിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു. തൊട്ടുപുറകിൽ ഷാജൻ സ്കറിയെ സഞ്ചരിച്ച വാഹനത്തിന്റെ തൊട്ടുപുറകിൽ വന്നിരുന്ന ആൾക്കാരാണ് ഈ ഷാജൻ സ്കറിയെ ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ പകർത്തിയത്. ഈ ദൃശ്യങ്ങളിൽ ഷാജനെ ആക്രമിക്കുന്നതും ഷാജൻ തടയാൻ ശ്രമിക്കുന്നതും എല്ലാം ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. അതേസമയം തന്നെ കൊല്ലാൻ വേണ്ടി മനഃപൂർവ്വം നടത്തിയ ആക്രമണമാണ് നടന്നതെന്നാണ് ഷാജൻ സ്കറിയ ഇന്ന് രാവിലെ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. ആക്രമണത്തിന് നേതൃത്വം നൽകിയത് മാത്യൂസ് കൊല്ലപ്പള്ളി എന്ന CPM പ്രവർത്തകനാണെന്നും 5 പേരെയും തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നും ഷാജൻ സ്കറിയ വ്യക്തമാക്കി. എന്തായാലും ഈ പിടികൂടിയ 4 പോലീസ് കസ്റ്റഡിയിലുള്ള 4 പ്രതികളെയുമായി തൊടുപുഴ സർക്കിൾ ഇൻസ്പെക്ടറുടെ സംഘം ഉച്ചയോടെ തന്നെ ബാംഗ്ലൂരിൽ നിന്ന് തൊടുപുഴയ്ക്ക് തിരിച്ചിട്ടുണ്ട്. ഇന്ന് രാത്രിയോടുകൂടി തന്നെ ഇവരെ തൊടുപുഴ പോലീസ് സ്റ്റേഷനിൽ എത്തിക്കുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. രഞ്ജിത്ത്. സാഗറാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ശബരിമല യുവതീ പ്രവേശന നിലപാടിൽ നിന്ന് ദേവസ്വം ബോർഡ് പിന്നോട്ടാണോ? അങ്ങനെയാണ് ഇന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ വാക്കുകൾ നമുക്ക് ഏതാണ്ടെന്ന് വ്യക്തമാക്കുന്നത്. സുപ്രീം കോടതി നൽകിയ സത്യവാങ്മൂലം തിരുത്താൻ ആലോചനയുണ്ട് എന്ന വിവരം അദ്ദേഹം പങ്കുവെക്കുന്നു. ആഗോള അയ്യപ്പ സംഘം സാമുദായിക നേതാക്കളുമായി ചർച്ച നടത്തുമെന്നും ഇന്ന് PS പ്രശാന്ത് വ്യക്തമാക്കിയ പശ്ചാത്തലമുണ്ട്. സംഗമത്തിൽ രാഷ്ട്രീയം കലർത്തില്ല. കാരണം മാധ്യമപ്രവർത്തകർ ചോദിച്ചത് BJP അധ്യക്ഷനെ അടക്കം ക്ഷണിക്കുമോ എന്നുള്ളതായിരുന്നു. പക്ഷേ അത്തരത്തിൽ രാഷ്ട്രീയക്കാരെ മാത്രമായി വിളിക്കാൻ ഒരുക്കമല്ലെന്നും 7ഓളം മുഖ്യമന്ത്രിമാർക്ക് ക്ഷണമുണ്ട് എന്നുമാണെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞത്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് ആദ്യം. യുവതി പ്രവേശവുമായി ബന്ധപ്പെട്ട ദേവസ്വം ബോർഡിന്റെ സർക്കാരിന്റെ നിലപാട് തിരുത്തി സുപ്രീം കോടതിയിൽ നിലപാട് അറിയിക്കണം, അത് പരസ്യമായി പ്രഖ്യാപിക്കണം. ആ വിഷയം പരിഗണനയിലുണ്ടോ? ശബരിമലയുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളെയും സംബന്ധിച്ച് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിലെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഞങ്ങൾ ശ്രമിക്കും. ദേവസ്വം ബോർഡ് പരിശ്രമിക്കും. അത് പിന്നെ സുപ്രീം കോടതി തീരുമാനിക്കട്ടെ. ഞങ്ങൾ പറഞ്ഞല്ലോ അതുമായി ബന്ധപ്പെട്ട് നിയമവിദഗ്ധരുമായി കൂടി ആലോചിച്ച് ശബരിമലയിലെ ആചാരാനുഷ്ഠാനങ്ങൾ നമുക്ക് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയെ ബോധ്യപ്പെടുത്താൻ ബോർഡ് പരിശ്രമിക്കും.
അതാണ് സാഹചര്യം. വി അരുൺ വിവരങ്ങൾ പങ്കുവെക്കും. അരുൺ, അല്പം വ്യത്യാസമുണ്ട് പഴയ നിലപാടിൽ നിന്ന്. കാരണം ആഗോള അയ്യപ്പ സംഗമം എന്ന വലിയൊരു പരിപാടിയിലേക്ക് സർക്കാർ കടക്കുകയാണ്. അതിൻ്റെ പശ്ചാത്തലത്തിൽ നേരത്തെ നിശ്ചയിച്ചിരുന്ന അല്ലെങ്കിൽ തീരുമാനമെടുത്തിരുന്ന പല കാര്യങ്ങളിൽ നിന്നും പുറകോട്ട് പോകേണ്ടി വരും. വിശ്വാസികൾ ഇപ്പോൾ വലുതാണ് CPM-ന്. ആഗോള അയ്യപ്പ സംഗമത്തിൽ രാഷ്ട്രീയ പാർട്ടി നേതാക്കളെ ക്ഷണിക്കില്ലെന്ന സൂചനയാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് നൽകുന്നത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് പറഞ്ഞത് അത്തരം കാര്യങ്ങൾ തീരുമാനിച്ചിട്ടില്ല എന്നതാണ്. സംഗമത്തിൽ ആഗോള അയ്യപ്പ സംഗമത്തിൽ രാഷ്ട്രീയം കലർത്താൻ ആലോചിക്കുന്നില്ല എന്നും എന്നാൽ കേന്ദ്രമന്ത്രിമാരുൾപ്പെടെ ക്ഷണിക്കുമെന്നും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വ്യക്തമാക്കി. BJP സംസ്ഥാന അധ്യക്ഷനെ ആഗോള അയ്യപ്പ സംഗമത്തിലേക്ക് ക്ഷണിക്കുമെന്ന ചോദ്യത്തിനായിരുന്നു PS പ്രശാന്തിൻ്റെ മറുപടി. വലിയ ഒരുക്കങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. സ്പോട്ട് രജിസ്ട്രേഷൻ അല്ല, വെർച്വൽ ക്യൂ സൈറ്റ് വഴിയാണ് രജിസ്ട്രേഷൻ നടക്കുക. സ്പീക്കർ, പ്രതിപക്ഷ നേതാവ്, ദേവസ്വം മന്ത്രി ഇവരെ മുഖ്യ രക്ഷാധികാരി ആക്കിക്കൊണ്ടുള്ള ഒരു കമ്മിറ്റിയാണ്, സ്വാഗത സംഘ കമ്മിറ്റിയാണ് രൂപീകരിച്ചിരിക്കുന്നത്. ആഗോള അയ്യപ്പ സംഗമം തത്വമസി എന്ന സന്ദേശം ഉൾപ്പെടെ പ്രചരിപ്പിക്കുകയാണ് അതിൻ്റെ ലക്ഷ്യം. അത് രാഷ്ട്രീയം കലർത്താൻ ഉദ്ദേശിക്കുന്നില്ല എന്നാണ് ദേവസ്വം ബോർഡ് വ്യക്തമാക്കുന്നത്. BJP ഈ പരിപാടിയിൽ പങ്കെടുക്കുമോ എന്ന കാര്യത്തിലാണ് BJP സംഘപരിവാർ സംഘടന ഇപ്പോഴും പലരും ഇതിനെ എതിർത്ത് നിലപാടെടുക്കുകയാണ്. ആ സംഗമത്തിനെ അല്ല, അതിനെ സർക്കാർ രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നു എന്ന വിമർശനമാണ് BJPക്കും സംഘപരിവാർ സംഘടനകൾക്കുമുള്ളത്.